ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു മോർണിംഗ് റൊട്ടീൻ ചെയ്യാമെന്ന്. ഒരുപാടൊന്നുമില്ല, വളരെ മിനി ആയിട്ടുള്ള വ്ലോഗായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ എന്താ, ഞാൻ ക്ലാസ്സിൽ പോകുന്നതിന് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിക്കുഴച്ച് ഞാൻ ഉണ്ടാക്കിയൊരു വ്ലോഗാണ്. ഇതിൻ്റെ എഡിറ്റിങ്ങും അതേപോലെ ക്യാമറ ക്വാളിറ്റിയും അതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെന്നെ എക്സ്ക്യൂസ് ചെയ്യും. അപ്പം നിങ്ങൾ എന്തെങ്കിലും സജഷൻസോ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ആക്കാനുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് അപ്പം തന്നെ പഠിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വലിയ പഠിപ്പിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പം നമുക്കതിൻ്റെ ക്ലാസ് തുടങ്ങിയോണ്ട് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒരു ഒരു ചോരത്തിളപ്പ് അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു പഠിത്തമാണ് കാണുന്നതും. ചിലപ്പോൾ എല്ലാ ദിവസം ഉണ്ടാവും, ചിലപ്പോൾ എല്ലാ ദിവസം ഉണ്ടാവില്ല. മിക്കവാറും എല്ലാ ദിവസവും ഉണ്ടാവാതിരിക്കാനാണ് ചാൻസ്. അങ്ങനെ ഹിന്ദിയിൽ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതൊക്കെ ഒന്ന് വായിച്ചിട്ട് എൻ്റെ റബ്ബർ കാണിച്ചുള്ള ഷോ ഓഫാണ്. ആൻഷം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, പേനയും പെൻസിലും കണ്ട ആക്കസാങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് എന്താ പിന്നെ നമുക്ക് ബോട്ടണി ബോട്ടണി ബോട്ടണിയിൽ നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുമായിരുന്നു. ആ 5 പേരും അത് പ്രപ്പോസ് ചെയ്ത ആളാരാന്നും 5 ഇരിക്കാന്നൊക്കെ അങ്ങ് എഴുതി തള്ളാണ്. എഴുതി അതിന് ശേഷം എന്തൊക്കെയോ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു, ബോട്ടണി വായിക്കുന്നു, അങ്ങനെ ലാസ്റ്റ് ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു അക്രി സാധനങ്ങളൊക്കെ എൻ്റെ പൗച്ചിലൊക്കെ എടുത്ത് വെക്കണം. എന്നിട്ട് സ്വാഭാവികമായിട്ടും ഇതെല്ലാം പറക്കിക്കൂട്ടിൻ്റെ ബാഗിലേക്ക് വയ്ക്കലായിരിക്കും. അതിന് ശേഷം ഞാൻ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമാണ്, എനിക്ക് വെള്ളം കുടിക്കൽ കേട്ടോ. അപ്പം നിങ്ങളെങ്കിൽ പുറത്ത് വെച്ച് എന്താ കുടിക്കുന്നത്, ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം നല്ല മഴ കഴിഞ്ഞിട്ടുള്ളൊരു തണുപ്പില്ലേ, ആ സംഭവം. അങ്ങനെ ഞാൻ ടെറസിൽ പോയിട്ട് ഞാൻ ചുമ്മാ അതും കുടിച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ എക്സസൈസൊക്കെ ചെയ്യും കേട്ടോ. ഇത് ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് വെള്ളത്തിൻ്റെ ഗ്ലാസ് അവിടെ വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ചുമ്മാ ദേഹം അനക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. വൺ ഷോ ഓഫ് അത്രേ ഉള്ളൂ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ. കുറേ കൈയിട്ട് വീശുന്നുണ്ട്. എനിക്ക് ഡാൻസും അതൊക്കെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിൽ കൂടെ നടക്കുകയാണ്. അപ്പം പറഞ്ഞില്ലേ, മഴയുടെ ഒരു അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഈ മാവിൻ്റെ ഇലയൊക്കെ ടെറസിലേക്ക് വീണ്ടെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഒരു എസ്തെറ്റിക് വൈബ് ആയിക്കോട്ടെ നിർത്തി അതിലേക്കൊക്കെ ചവിട്ടി മണി കുറേ ഷോ ഓഫ് കാണിച്ചിട്ട്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാഗിലേക്ക് ബുക്കൊക്കെ അടുക്കി വെച്ചിട്ട് എല്ലാ ബുക്കും ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ചടങ്ങാണ്. ഇതെനിക്ക് എന്നും ഉണ്ടാവാറുണ്ട്. കാരണം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്, ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പം ഞാൻ പിന്നെ ഡ്രസ്സ് തേക്കുകയാണ്. എന്നും എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെയാണ് തേക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഉമ്മച്ചിയാണ് തേച്ച് തരുന്നത്. അപ്പം ഇന്ന് ഞാൻ വീടൊക്കെ എടുക്കുമല്ലേ, അപ്പം ഒരു നല്ലവളാകാമെന്ന് കരുതി ഞാൻ തേക്കുകയാണ് ഡ്രസ്സ്. ഒരു കോട്ടൺ ഡ്രസ്സാണ് ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പം അത് ഞാൻ തേച്ച് അയൺ ചെയ്യാണ്. അപ്പം അതാണ് ഡ്രസ്സ്. പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ ഒരു സിഗരറ്റ് ലെഗിൻസ് അതാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ തേക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാൻറ്റ് തേക്കുമോ? ഞാൻ ചുമ്മാ ഒരു വെറുതെ തേച്ചാണ്, കുറച്ച് ചുളുങ്ങിയിരിക്കാറുള്ളത്. അപ്പം അത് തേക്കാമെന്ന് വിചാരിച്ച് ഞാനത് തേക്കുകയാണ്. എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, എനിക്കറിയത്തില്ല എന്തൊക്കെയോ കിടന്ന് കാട്ടുന്ന, എനിക്കെന്താ സത്യം പറഞ്ഞാൽ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാനിതിന് മുമ്പ് ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ റൂം ഓർഗനൈസേഷൻ റൂം മേക്ക് ഓവർ. അപ്പോൾ അത് കണ്ടൊക്കെ പിന്നെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റ്. ആ വ്ലോഗിൽ ഞാൻ നട്ട ചെടിയാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ്. പിന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇടിയപ്പം, നൂൽപുട്ട്, എന്തൊക്കെയോ പറയും അതും പിന്നെ ബീഫ് കറിയുമായിരുന്നു. അപ്പം അതാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അതിന് ശേഷം എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് കോട്ടൺ ഡ്രസ്സാണ്, നല്ല കംഫർട്ടബിളായുള്ള ഡ്രസ്സാണ്. എനിക്കിപ്പോൾ കോട്ടൺ ഡ്രസ്സൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അധികം കോട്ടൺ ഡ്രസ്സ് ഒന്നും ഇല്ല ഗൈസ്. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ കുടയുടെ കാര്യമല്ല, ഞാൻ പറഞ്ഞില്ലേ ബാഗ് എടുക്കി നോക്കും, അപ്പോൾ കുടയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പുറത്ത് ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ കുട ഞാൻ അവിടെ വിടർത്തി വെച്ചിരിക്കായിരുന്നു വീട്ടിലേക്ക് കയറിയപ്പം. എന്നിട്ട് ഞാനിപ്പോൾ പോയി അതൊന്ന് മടക്കി വെട്ടി ചുരുക്കി വെക്കുകയാണ് കേട്ടോ കുട. അയ്യോ, അതിന് ശേഷം പിന്നെ ഞാൻ അത് മടക്കി കാണിക്കുന്ന ഷോ ഓഫാണ്. കുടയൊക്കെ മടക്കി വെച്ചു.
ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ തീരുമാനിക്കുന്ന ചെരുപ്പ്. നീല ഡ്രസ്സ്, നീല ചെരുപ്പ്. ഇതെൻ്റെ വാച്ചാണ്. അപ്പോൾ ഞാൻ ചുമ്മാ അതൊക്കെ ഒന്ന് കാണിക്കുന്നത്. വേറെ ഒന്നും എനിക്ക് ഇവിടെ എടുക്കാൻ അറിയാം. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എന്തൊക്കെയാണ് ഈ മോർണിംഗ് റൊട്ടീൻ അങ്ങനെ എടുക്കേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ 2 റിങ്ങും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടു, റിങ് കാണിച്ചുള്ള ഷോ ഓഫ്. എനിക്കിഷ്ടമാണ് ഈ റിങ്ങാണ് എനിക്ക് മറ്റേതിനേക്കാളും ഇഷ്ടം കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ് ഓക്കെ. അതിന് ശേഷം പിന്നെ വാച്ച് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു, ഒരു ബ്ലാക്ക് നല്ലൊരു വാച്ച്. അപ്പം അത് ഞാൻ കയ്യിൽ ഇടുകയാണ്, അണിയിക്കുകയാണ്, വിയർ ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അപ്പം ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടുള്ളത്, കാരണം മോർണിംഗ് അവിടെ ചെറിയൊരു ഇരുട്ടുണ്ട്, പിന്നെ മഴയൊക്കെ ആണല്ലോ. അതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടാണ് എടുത്തത്. ഇതൊന്നും ഫ്ലാഷ് ഇല്ലാണ്ട് എടുത്താണ് കേട്ടോ. എന്നിട്ട് മോതിരമൊക്കെ ഞാൻ ഇട്ടു ഗൈസ്. നിങ്ങളെന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലാണ് എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ. അതിനുശേഷം ബാഗൊക്കെ എടുത്ത് ഞാൻ പോവുകയാണ് സ്കൂളിലേക്ക്. ബസ്സിനാണ്, ലൈൻ ബസ്സിനാണ് പോകുന്നത്. അപ്പം ഇറങ്ങിയിട്ട് കുറച്ച് നടന്നിട്ടുള്ള സ്റ്റോപ്പ്, അവിടെ നിന്ന് ഞാൻ ലൈൻ ബസ്സിന് പോകും. അപ്പം ഇതാണ് എൻ്റെ ചെരുപ്പ്, ക്രോക്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയണത് ഇത്രയേ ഉള്ളൂ. ഞാൻ ബേസിക്കലി സ്കൂളിലേക്ക് പോകും. സോ ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.